അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റിസ്വാന വക്കീൽ അതെ ഒന്നും നോക്കാതെ കോടതിയിലേക്ക് പുറപ്പെടുകയാണ്. കാര്യം മറ്റൊന്നുമല്ല, പാവപ്പെട്ട ഒരു ഫാമിലിയെ രക്ഷിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ തന്നോട് വിളിച്ചു കരഞ്ഞ് അപേക്ഷിച്ച ആ ഒരു വ്യക്തിത്വം, അതെ തൻ്റെ മനസ്സും തൻ്റെ ശരീരവും വേദനിക്കുന്നുണ്ട്. എങ്കിലും റബ്ബേ, ഒരാളുടെ വേദന കണ്ടില്ലെന്ന് നടിക്കാനാവില്ല എനിക്ക് ഒരിക്കൽ പോലും. വല്യമ്മയുടെ കാര്യങ്ങളെല്ലാം രാവിലെ തന്നെ അവൾ ചെയ്തു തീർത്തു. എന്നാൽ ആയിഷയോട് പറഞ്ഞു, ആയിഷത്ത പിന്നെ ഞാൻ കോടതിയിൽ പോയിട്ട് വരാം. പിന്നെ വല്യമ്മക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണമെങ്കിൽ ചെയ്തു കൊടുക്കണം. എന്താ റിച്ചുമോളെ ഇങ്ങനെ? അതൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? അതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കൂലേ. എന്നാലും വല്യമ്മയെ തനിച്ചാക്കി പോകുന്നതിൽ എനിക്ക് ടെൻഷനുണ്ട്. വല്യമ്മയുടെ കൂടെ കഴിയാനാണ് എനിക്കിഷ്ടം. ആമിമോളെ, കുഞ്ഞിമ്മ പോയിട്ട് വരാട്ടോ. ആമിമോളെ കെട്ടിപ്പിടിച്ച് ചുംബനങ്ങൾ നൽകുമ്പോൾ ആയിഷയുടെ കണ്ണുകൾ നിറഞ്ഞു. അതെ, കരയണ്ടാട്ടോ, കരയണ്ട. സഫീർ തിരിച്ചു വരും. സഫീർ ഒരിക്കലും അത്തരക്കാരനല്ല, ജസീറിനെ പോലെ മോശക്കാരനല്ല. എനിക്ക് നന്നായിട്ടറിയാം അവനെക്കുറിച്ച്. ഒരിക്കൽ പോലും സഫീർ നിന്നെ ചതിക്കില്ല. പക്ഷേ അവരുടെ ഫാമിലി അല്പം മോശമാണ്. ആ കാര്യത്തിൽ എനിക്കൊന്നും പറയാൻ വയ്യ. പക്ഷെ സഫീർ അങ്ങനെയല്ല. എൻ്റെ പൊന്നു റിച്ചുമോളെ, ഒരിക്കലും ഞാൻ അത് അംഗീകരിക്കില്ല. എനിക്ക് അറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഐഷത്ത, സാരല്ല, ഞാൻ പോയി നോക്കട്ടെ. കാരണം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന പാവങ്ങളുണ്ടവിടെ. ഞാൻ പോയി നോക്കട്ടെ. മോളെ ആമി, പോയിട്ട് വരാട്ടോ. ആമിക്ക് ചുംബനങ്ങൾ നൽകി ആമി പറയുന്നു, പൊന്നു മോളെ, പോകാൻ ഞാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ പോട്ടെട്ടോ, പോയിട്ട് വരാട്ടോ. മോൾക്ക് വരുമ്പോൾ എന്താ കൊണ്ടുവരേണ്ടത്? ചോക്ലേറ്റ് വേണം, മുട്ടായി വേണം. ആയിക്കോട്ടെ, ചോക്ലേറ്റ് മിഠായി ഒക്കെ കൊണ്ടുവരാട്ടോ. നല്ല മോളാണ് കേട്ടോ. വെല്ലിമാനി ഉമ്മച്ചിനെയൊക്കെ നോക്കി ഇവിടെ നിൽക്കാനട്ടോ. കുഞ്ഞിമ്മ പോയിട്ട് വരാട്ടോ. ഒരു ഉമ്മ തന്നേ. നല്ല മോള്. പോട്ടെ. അസ്സലാമു അലൈക്കും. നല്ല മോള് കേട്ടോ. അങ്ങനെ അതാ റിസ്വാന വക്കീൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. അവൾ തന്നെ സ്വന്തം കാർ ഓടിച്ചുകൊണ്ടാണ് പോകുന്നത് കോടതിയിലേക്ക്. എന്നാൽ ഈ സമയം റിസ്വാന വക്കീലിൻ്റെ ഫോണിലേക്ക് അതാ ഒരു കോള് വരുന്നു. ഹലോ വക്കീലെ, ഒന്ന് വരണം. ഞങ്ങളുടെ സ്ഥിതി വളരെയധികം മോശമായതുകൊണ്ടാണ് വക്കീലെ. ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല വക്കീലെ. ഞാൻ ഡ്രൈവിങ്ങിലാണ്. ഞാൻ ഇപ്പോഴെത്തും. നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും ഇൻഷാ അല്ലാ എന്നെക്കൊണ്ട് നേരിടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാനതെല്ലാം ക്ലിയർ ആക്കി തരാം ഇൻഷാ അല്ലാ. അവളുടെ മനസ്സ് ആകെ നീറി പുകയുകയായിരുന്നു. ഒരു ഭാഗത്ത് സഫീറിൻ്റെ ആ മുഖം പുഞ്ചിരി, അവൻ്റെ സംസാരം. മോളെ, നിന്നെ വിട്ട് ഞാൻ എങ്ങോട്ടും പോകില്ല. വെറും അഭിനയം മാത്രം. ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും മോളെ, നീ വിഷമിക്കല്ലേ. അന്ന് സഫീർ വിവാഹ ദിവസം പോകുമ്പോൾ അവസാനമായി തന്നോട് പറഞ്ഞ ആ ഒരു വാക്കുകൾ. പക്ഷേ വിളിച്ചു നോക്കുവാൻ മനസ്സ് തോന്നുന്നില്ല. എങ്ങനെ വിളിച്ചു നോക്കും? കാരണം ഒരു പക്ഷേ അവൻ്റെ നിക്കാഹ് കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിളിക്കുന്നത് മോശമല്ലേ? ഇത്രക്കും ക്ഷമയില്ലാത്തവളാണോ തൻ്റെ റിസ്വാന എന്നവൾ വിചാരിക്കൂലേ? എന്നാൽ അപ്പോഴേക്കും വീണ്ടും കേസിൻ്റെ അവിടുന്ന് കോൾ വരുന്നു. എന്നെ മനസ്സിലായ വക്കീൽ നിങ്ങൾക്ക്? ഞാൻ അന്ന് ഒരു വിഷയത്തിൽ അന്ന് ഓക്കെ ആയതായിരുന്നല്ലോ. പിന്നെയും അതെ, അവർ വീണ്ടും പല പ്രശ്നങ്ങളും കുത്തിപ്പൊക്കി ഉണ്ടാക്കി എൻ്റെ പേരിൽ കേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, സത്യം വിജയിക്കും. അതേ എനിക്ക് പറയാനുള്ളൂ. ഞാനെല്ലാം അവിടെ വന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം, ഓക്കെ? എന്നാൽ അതിനിടയിലും സഫീറിനെ കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു അവളുടെ മനസ്സ് നിറയെ. എന്നാലും സഫീർ എന്നോടൊരു വാക്ക് പറഞ്ഞിട്ട് എന്നെ ചതിക്കോ? എനിക്ക് ഉറപ്പില്ല. ഒരിക്കലും അങ്ങനെ ചതിക്കൊന്നുമില്ല. സഫീർ നല്ലവനാണ്. എൻ്റെ പിതാവിനോട് പോലും ഞാൻ ഈ വിഷയം പറഞ്ഞിട്ടില്ല. ഒരു പക്ഷേ എൻ്റെ പിതാവിനോടും മാതാവിനോടും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ നിമിഷം തന്നെ എന്നെ കൂട്ടിക്കൊണ്ടു പോകും. പിന്നീട് ഒരിക്കൽ പോലും സഫീറിൻ്റെ കൂടെയുള്ള ജീവിതം സമ്മതിക്കില്ല. പക്ഷേ വെറുതെ നമ്മൾ പെട്ടെന്ന് തന്നെ കാലം മാറാൻ പറ്റില്ലല്ലോ. അല്പം ക്ഷമിക്കുക, ക്ഷമിച്ച് നോക്കുക. എന്നിട്ട് പറ്റിയില്ലെങ്കിൽ മാത്രം. അല്ലാതെ ഒരിക്കൽ പോലും ഞാൻ എൻ്റെ മാതാപിതാക്കളെ വിഷമിപ്പിക്കില്ല, വേദനിപ്പിക്കില്ല. ഒന്നുമില്ലെങ്കിലോ പ്രായമായ വല്യമ്മയുണ്ടല്ലോ, വിധവയായ ആയിഷയുണ്ടല്ലോ, ഒരു കുഞ്ഞു മോളുണ്ടല്ലോ, അവരെങ്കിലും സംരക്ഷിക്കണം ഇൻഷാ അല്ലാ. എനിക്ക് എൻ്റെ ജീവിതം അവർക്ക് വേണ്ടിയെങ്കിലും മാറ്റിവെക്കണം, പാവങ്ങൾക്ക് വേണ്ടി. റിസ്വാന വക്കീൽ അതെ ശരിക്കും കുറച്ച് ബോൾഡായിരുന്നു. അതായത് പെട്ടെന്നൊന്നും തകർന്നു പോകാത്ത മനസ്സായിരുന്നു അവൾക്ക്. അല്ലെങ്കിലും 5 വർഷം LLB പഠിച്ചത് ഞാൻ എന്തിനാണ്? അതെ, നിയമം പഠിക്കുവാൻ. അതിൽ ഞാൻ തകർന്നു പോകാൻ പാടില്ല. പക്ഷേ എൻ്റെ മനസ്സിൻ്റെ
ഉള്ളിൻ്റെ ഉള്ളിലുള്ള വേദന എൻ്റെ സഫീർ എന്നെ വിട്ടു പോകില്ല എന്ന് തന്നെയാണ്. പക്ഷേ അവനെന്ന് മറ്റൊരാൾക്ക് കൂടി അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ യാത്രക്കിടയിലും അവളുടെ മനസ്സിൽ തൻ്റെ സഫീർ മാത്രമായിരുന്നു. സഫീർ എന്നെ വിട്ട് പോയോ? പക്ഷേ പാടില്ല റിസ്വാന, കരയാൻ പാടില്ല. അതെ, അവൻ ജീവിതം തുടങ്ങിയെങ്കിൽ അത് അവൾക്ക് കൂടി അവകാശപ്പെട്ടതാണ്. നിക്കാഹ് കഴിച്ചാൽ തീർച്ചയായും അത് അവൻ്റേത് ആയി മാറിയിട്ടുണ്ട്. ഒരിക്കൽ പോലും നമ്മൾ എതിരെ പ്രവർത്തിക്കാൻ പാടില്ല. ശരിക്കും റിസ്വാന വക്കീൽ ഓരോ ആലോചനയിലേക്ക് മുഴുകി. എന്നാൽ നമ്മുടെ സഫീർ എവിടെയാണ്? സഫീറിനെ ജസീർ എന്തെങ്കിലും ചെയ്തോ? അതോ ഉമ്മയും ജസീർ എന്തെങ്കിലും ഉപദ്രവിച്ചോ? റിസ്വാന വക്കീലിൻ്റെ മനസ്സിൽ 1000 ചിന്തകൾ. എങ്കിലും അവൾ മനമുരുകി പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, സഫീറിനൊരു ബുദ്ധിമുട്ടും നീ വരുത്തല്ലേ അല്ലാ. ജീവിച്ചോട്ടെ, പുതിയ ദാമ്പത്യ ജീവിതം തുടങ്ങിക്കോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല അല്ലാ. നിന്റെ കാവലുണ്ടാകണേ അല്ലാ. അപ്പോഴും അവൾ അങ്ങനെയായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത്. കാരണം അവൾക്കറിയാമായിരുന്നു നിക്കാഹ് കഴിഞ്ഞാൽ അത് മറ്റൊരാൾക്ക് കൂടി അവകാശപ്പെട്ടതായി മാറുമെന്നുള്ളത്. ദിവസം 3-4 ദിവസമായിട്ടും ഒരിക്കൽ പോലും നമ്മുടെ റിസ്വാന വക്കീലിൻ്റെ അരികിലേക്ക് സഫീർ വന്നില്ല. അന്ന് അതാ നമ്മുടെ റിസ്വാന വക്കീൽ കോടതിയിലെത്തി. അപ്പോൾ അതാ ആ പാവപ്പെട്ട മനുഷ്യൻ തൻ്റെ അരികിലേക്ക് വരുന്നു. എൻ്റെ പൊന്നു വക്കീലെ, ഞാൻ നിങ്ങളെ വിളിച്ചത് മറ്റൊന്നും കൊണ്ടുമല്ല. എനിക്ക് വേണ്ടി എൻ്റെ ഭാര്യയുടെ ഫാമിലി കേസ് കൊടുത്തിട്ടുണ്ട്. അതായത് എൻ്റെ ഭാര്യ എന്ന് വെച്ചാൽ ഒരിക്കൽ പോലും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല അത് അംഗവൈകല്യമുള്ള കുട്ടിയാണ് എന്നുള്ളത്. എന്നെ അവർ ചതിച്ചതാണ് വക്കീലെ. എന്നെ ചതിച്ചിട്ടാണ് അവളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത്. ഭിന്നശേഷിക്കാരിയായ പെൺകുട്ടിയാണ് എനിക്ക് തന്നത്. ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല, എന്നെ ചതിച്ചതാണ്. എന്നിട്ട് ഞാൻ വിവരമറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇവൾക്ക് സുഖമില്ലാത്ത കുട്ടിയാണ്, കൈകൾക്കൊന്നും ശരിക്കും ശേഷിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് ജാമ്യമില്ലാത്ത കേസാണ് എനിക്ക് വിധിച്ചിട്ടുള്ളത്. പൊന്നു വക്കീലെ, ഒരിക്കൽ പോലും അതെ, ഞാൻ കഷ്ടപ്പെട്ട് കൂലിപ്പണി എടുത്തുണ്ടാക്കിയ അധ്വാനിച്ച എല്ലാ ക്യാഷും അവർക്ക് വേണ്ടി ഞാൻ കൊടുത്തു വക്കീലെ. എന്നിട്ട് പോലും അവരെന്നെ വീണ്ടും ഹാജരാവാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പോൾ ഈ ഒരു കേസ് അന്ന്, പക്ഷേ അവർ ഇപ്പോൾ പറയുന്നത് ഉപദ്രവിച്ചു, ഒരുപാട് സ്വർണം മോഷ്ടിച്ചു എന്നൊക്കെയാണ്. ഒരിക്കൽ പോലും ഒരു തരി പൊന്ന് പോലും ഞാൻ അവളുടെ എടുത്തിട്ടില്ല. ആ പാവപ്പെട്ട മനുഷ്യൻ ദയനീയമായി അത് കരയുമ്പോൾ റിസ്വാന വക്കീലിൻ്റെ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങൾ വന്നു. അതെ, ഒരു പക്ഷേ ഇതുപോലെ നിരപരാധികളായ എത്ര ആളുകളുണ്ടാവും അനുഭവിക്കുന്നത്. അതിലൊരുത്തനാണ് ഈ പാവം മനുഷ്യൻ. മോൻ്റെ പേരെന്താ? എൻ്റെ പേര് അഷ്റഫ്. അഷ്റഫിനെ അവർ ചതിച്ചോ? അതെ, പാതിരാത്രി കടന്നു വന്ന് അവളുടെ ആങ്ങളെയും ബാപ്പയും എന്നെ വന്ന് ഉപദ്രവിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഭിന്നശേഷിക്കാരിയായ പെണ്ണിനെ നിങ്ങൾ എനിക്കറിയാതെ കെട്ടിച്ചു തന്നതാണല്ലേ. ഞാനത് ചോദിച്ചു, ഇവൾക്ക് സുഖമില്ലേ എന്ന് ചോദിച്ചതാണ്. അപ്പം നീയാണ് സുഖമില്ലാതാക്കിയത് എന്ന് പറഞ്ഞിട്ട് എന്നെ ഉപദ്രവിക്കുകയാണ്. വക്കീലെ, ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കയ്യിലുള്ള ക്യാഷ് എല്ലാം തീർന്നു. പെരും മഴയാണ്. ഈ ഒരു മഴയത്ത് എനിക്ക് ജോലിക്ക് പോകാനും വയ്യ. കടം വാങ്ങിയിട്ടാണ് ഞാൻ കോടതിയിൽ ക്യാഷ് കൊടുക്കുന്നത്. അഷ്റഫ്, നീ പേടിക്കണ്ട, എന്തെങ്കിലും വഴിയുണ്ടാക്കാം. എന്നാണ് നിന്നോട് ഹാജരാകാൻ പറഞ്ഞ ദിവസം? മറ്റന്നാളാണ്. ആണല്ലേ? അപ്പോഴേക്കും ഞാൻ അങ്ങോട്ട് എത്താം. എന്തായാലും ഇന്നില്ലല്ലോ കേസ്? ഇല്ല സർ, നിങ്ങളോടൊന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സാരമില്ല അഷ്റഫ്, നമുക്കെല്ലാം ശരിയാക്കാം കേട്ടോ. ഒരിക്കലും തിന്മക്ക് മാത്രമല്ല ഇവിടെ വിജയം, നന്മക്കുമുണ്ടെന്ന് നമുക്ക് തെളിയിക്കണം. ആളുകൾ എന്തെങ്കിലും കളവ് പറയുന്നു എന്ന് വിചാരിച്ചിട്ട് അതൊരിക്കലും ശരി ആവണമെന്നില്ല. കാരണം കോടതി അത് അംഗീകരിക്കും. നിരപരാധിയായ നീ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. പൊന്നു വക്കീലേ, ഞാൻ എൻ്റെ കയ്യിൽ കൊടുക്കാനൊന്നുമില്ല. അവൾക്ക് മഹർ വാങ്ങുവാൻ വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ ഒരു ക്യാഷ് എടുത്താണ് ഞാൻ അവൾക്ക് മഹർ വാങ്ങിയത്. അതൊക്കെ അവരെടുത്തോട്ടെ, അതൊന്നും കുഴപ്പമില്ല. എനിക്ക് ഞങ്ങൾ തമ്മിലൊരു ബന്ധവും ഉണ്ടായിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, അവരെടുത്തോട്ടെ. പക്ഷേ ഇനി ഉപദ്രവിക്കാതിരുന്നാൽ മതി. അവർ എന്നെ അത്യധികം വേദനിപ്പിക്കുന്നു, ഉപദ്രവിക്കുന്നു. അതെ, അവളുടെ ആങ്ങളെ തന്നെ ആ പെൺകുട്ടിയെ ഉപദ്രവിച്ച് ഞാൻ ഉപദ്രവിച്ചു എന്നുള്ള രീതിയിൽ മുറിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ പൊന്നു വക്കീൽ, മോനെ നീ വിഷമിക്കണ്ട, ഇൻഷാ അല്ലാ നമുക്കെല്ലാം റെഡിയാക്കാം കേട്ടോ. അങ്ങനെ അത് അഷ്റഫിനെ ആശ്വസിപ്പിക്കുന്നു. പൊന്നു വക്കീലേ, എൻ്റെ കൈകളിലൊന്നുമില്ല. കേസിന് വിളിക്കുമ്പോൾ അവരെത്രയോ സംഖ്യ പറയും. ഓരോ പ്രാവശ്യവും ഓരോ ക്യാഷ് 1000 വീതം അങ്ങനെ കൊടുത്ത് എൻ്റെ അടുത്ത് ഒന്നുമില്ല പൊന്നു വക്കീലേ. ഞാൻ ഇനി അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോൾ സാരമില്ല. പെട്ടെന്ന് തന്നെ അതാ റിസ്വാന വക്കീൽ കാറിലേക്ക് വന്നു. അതിനുള്ളിലെ ആ ഒരു ഷെൽഫ് തുറന്ന് അതിൽ നിന്ന് കുറച്ച് നോട്ടുകൾ എടുത്ത്, അഷ്റഫ് ഇവിടെ വരൂ,
ഇത് വെച്ചോളൂ, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അതായത് എന്തെങ്കിലും അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. ശരിയാണ്, റെഡ് അലേർട്ടാണ്, കനത്ത മഴയാണ്, കൂലിപ്പണിക്ക് പോകൽ പ്രയാസമാണ്. എനിക്കറിയാം നിൻ്റെ ബുദ്ധിമുട്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാം, എന്നെ കൊണ്ട് കഴിയുന്ന ഹെൽപ്പ് ഞാൻ ചെയ്തു തരും. ഇതാ അത്യാവശ്യം നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള. ആരൊക്കെയുണ്ട് വീട്ടിൽ? എൻ്റെ ഉമ്മയുണ്ട്. ഉമ്മ പ്രായമായതാണ്, സ്ട്രോക്ക് വന്ന് ഇരിക്കുകയാണ് വീട്ടിൽ. പിന്നെ പെങ്ങൾക്ക് 3 മക്കളാണ്. അവളെ കെട്ടിച്ചു വിട്ടു, അവിടെയും അവൾക്കും സുഖമില്ല. ഒരു പക്ഷേ ഞാൻ വിചാരിക്കും എനിക്ക് കോടതിയിൽ കൊടുക്കുന്ന ക്യാഷൊക്കെ ചിലവിന് ഉപയോഗിച്ചിരുന്നെങ്കിൽ. എന്താ ചെയ്യുക, ഉമ്മയുടെ പെൻഷൻ കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. സാരമില്ല, എനിക്ക് ഇപ്പോൾ പോകാനും കഴിയുന്നില്ല ജോലിക്ക്. അതിനിടയിൽ ഞാൻ കോണിയിൽ നിന്ന് വീണ് എൻ്റെ ഞെട്ടലിന് ചെറുതായിട്ടൊരു ക്ഷതവും ഏറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് കുമ്പിടാനും എഴുന്നേൽക്കാനും കഴിയുന്നില്ല. അവൻ്റെ ദയനീയമായ അവസ്ഥ റിസ്വാന വക്കീൽ കണ്ട് അവൻക്ക് ക്യാഷ് കൊടുത്ത്, സാരമില്ല, എല്ലാം റെഡിയാകും. ഒരു നിമിഷം അവൾ വിചാരിച്ചു, റബ്ബേ, എന്നേക്കാളും ഒരുപാട് വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എത്രയോ പേരുണ്ട്. പക്ഷേ ഇതൊക്കെ സഫീർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഹെൽപ്പ് ചെയ്യും. കാരണം സഫീർ അത്രക്കും നല്ലൊരു മനുഷ്യനായിരുന്നു. എന്താ ചെയ്യുക, അല്ലെങ്കിൽ നല്ലത് നമുക്ക് കുറച്ച് കാലേ കിട്ടുള്ളൂ എന്നത് വളരെയധികം ശരിയാണ്. നല്ലത് എനിക്ക് കിട്ടിയത് പഠിച്ചവന് കൊണ്ടുപോയതായിരിക്കും. സാരമില്ല റബ്ബേ, ഒന്നും കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ നിന്നാൽ മതിയായിരുന്നു. അപ്പോഴും അവൾ അങ്ങനെയായിരുന്നു പ്രാർത്ഥിച്ചത്. എന്നാൽ ഈ സമയം പുളിക്കൽ തറവാട്ടിൽ സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ജസീറിൻ്റെ റൂമിൽ അതാ ഇപ്പോഴുള്ളത് നൂർജഹാനാണ്. നൂർജഹാനോട് ജസീർ പറഞ്ഞു, നീ എന്ത് കരുതി? നീ എന്താ കരുതിയത്? നീ വിചാരിച്ചു നീ സഫീറിൻ്റെ അങ്ങ് സ്വന്തമാകുമെന്നല്ലേ? ഒരിക്കലും നീയും അവന് ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കുമോ പെണ്ണേ? ഒരിക്കൽ നീ എൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയതാണ്. പക്ഷേ ജസീർ ഒന്ന് വിചാരിച്ചാൽ അത് നടത്തിയിട്ടേ ബാക്കിയുള്ളൂ. അല്ലാതെ ജസീറിന് മേലെ കളിക്കാൻ ഒരാളും തയ്യാറായിട്ടില്ല. നൂർജഹാൻ ദേഷ്യത്തോടെ അവനെ നോക്കി, നിങ്ങൾ ചതിച്ചതാണെന്നെ. ഞാൻ വിവാഹം കഴിക്കാൻ കരുതിയത് സഫീറിനെ ആയിരുന്നു. നിങ്ങൾ എന്നെ ചതിച്ചതാണ്. ആഹാ, അങ്ങനെയല്ലേ? നിനക്ക് പ്രായം കുറഞ്ഞവരെ പറ്റുള്ളൂ, പ്രായം കൂടി എന്നെ പറ്റില്ല അല്ലേ? നീ അങ്ങ് സ്വപ്നം കാണുകയായിരിക്കും സഫീറുമായുള്ള വിവാഹ ജീവിതമല്ലേ? ജസീർ ശരിക്കും നൂർജഹാനെ നല്ല രീതിയിൽ പേടിപ്പെടുത്തുന്നുണ്ട്. ജസീർ, പിന്നെ കൂടുതൽ എന്നോട് നീ അടുക്കണ്ട. അതായത് നിൻ്റെ നീചപ്രവൃത്തികൾ എനിക്കറിയാം. നിൻ്റെ കൂടെ ഒരിക്കൽ പോലും ജീവിക്കാൻ ഞാൻ തയ്യാറല്ല. പിന്നെ എന്താടി, നീ സഫീറിനെ കരുതി വന്നതാണോ? സഫീർ അത് വെറും സ്വപ്നങ്ങൾ മാത്രമായിരിക്കും. സഫീറിൻ്റെ കൂടെയുള്ള ജീവിതം അവനക്ക് എൻ്റെ കസ്റ്റഡിയിലുണ്ട് കേട്ടോ. ശരിക്കും അവൾ ഞെട്ടിപ്പോയി. അപ്പോൾ സഫീറിനെ കാണാനില്ല എന്ന് പറഞ്ഞ് എന്താ ചതിക്കുകയായിരുന്നോ? അതെ, അതൊക്കെ വെറും ഒരു ചതികൾ മാത്രമായിരുന്നു. സഫീറിനോട് ഞാൻ സ്നേഹം അഭിനയിച്ചു. അതെന്തിനാണ്? നിന്നെ സ്വന്തമാക്കാൻ. വിവാഹവേദിയിൽ നിക്കാഹിൻ്റെ സമയത്ത് സഫീർ എത്തിയില്ല. മണവാളൻ എവിടെ മണവാളൻ? എല്ലാവരുമായി അത് അന്വേഷിക്കുന്നു. മണവാളൻ ഇതുവരെ എത്തിയില്ലല്ലോ. എന്നാൽ ആ നിമിഷം തന്നെ അവിടുത്തെ ഉപ്പയോട്, അതായത് ഉമ്മയുടെ ആങ്ങളിനോട് പറഞ്ഞു ഞാൻ, അതെ, സഫീറിനെ കാണുന്നില്ല. അവന് എങ്ങോട്ട് ട്രിപ്പ് പോയെന്ന് തോന്നുന്നു. അവന് ഓർമ്മയില്ലേ നിക്കാഹ്? ഇത്രയും ആളുകളെ കൂട്ടി വെച്ച ഈ സ്ഥിതിക്ക് ശരിക്കും മാനം കാക്കണ്ടേ? തൽക്കാലം ഉമ്മയോട് പറഞ്ഞിട്ട് അതങ്ങ് സമ്മതിപ്പിച്ചു. ഉമ്മ ഒരിക്കൽ പോലും സഫീർ വരില്ല ഈ ഒരു സദസ്സിലേക്ക്. അതുകൊണ്ട് ഉമ്മ നൂർജഹാനുമായുള്ള നിക്കാഹ്, അതെ, അവളെ ഞാൻ നിക്കാഹ് കഴിച്ചോളാം. അങ്ങനെയാണ് ജസീർ ആ വേദിയിലേക്ക് വന്നത്. ശരിക്കും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു അത്. എന്നാൽ അത് കേട്ട് നൂർജഹാൻ്റെ പിതാവും മാതാവും മാനക്കേട് വിചാരിച്ച് അതങ്ങ് സമ്മതിക്കുകയായിരുന്നു. എന്നാൽ നൂർജഹാന് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. അവൾ അറിഞ്ഞില്ല ആ കാര്യം, ഒരിക്കലും അവൾ അറിയിക്കരുതെന്ന് പറഞ്ഞു. എന്നാൽ അതിനിടയിൽ ജസീർ അവളെ നിക്കാഹ് കഴിച്ചു. അവളുടെ പിതാവിൻ്റെ കയ്യിൽ നിന്ന് ജസീർ അവളെ ഏറ്റുവാങ്ങി. ശരിക്കും അവന് ഒരു പൊട്ടിച്ചിരിയായിരുന്നു, അവൻ ആഹ്ലാദമായിരുന്നു. ശരിക്കും നമ്മുടെ സഫീർ എവിടെ പോയി? എന്നാൽ ജസീറിന് എല്ലാം അറിയാം. ഒരിക്കൽ പോലും ആ വിവാഹപ്പന്തലിലേക്ക് സഫീറിനെ ജസീർ അടുപ്പിക്കുക പോലും ചെയ്തിട്ടില്ല. എന്നാൽ അതിനു മുമ്പേ അവന് എന്ത് ചെയ്തു? അവൻ എവിടെയാണ്? പാവം സഫീർ തൻ്റെ പ്രിയപ്പെട്ട പ്രിയതമയുടെ കൈകൾ പിടിച്ചുകൊണ്ട് ഞാൻ പോയിട്ട് വരാം, വെറും അഭിനയമല്ലേ എന്ന് പറഞ്ഞിറങ്ങിയതാണ്. പക്ഷേ ഒരിക്കൽ പോലും സഫീറ വിവാഹപ്പന്തലിലേക്ക് എത്തിയിട്ടില്ല. അതിന് ജസീർ സമ്മതിച്ചിട്ടുമില്ല.
എന്നാൽ ഇപ്പോൾ പുളിക്കൽ തറവാട്ടിൽ വളരെ വലിയൊരു യുദ്ധം നടക്കുന്ന പോലെയാണ്. അത് മറ്റാരുമല്ല, ജസീറും നൂർജഹാനുമായി. എന്നെ ചതിച്ചതാണല്ലേ? അതേടി, ചതിച്ചത് തന്നെ. നീ എന്ത് വിചാരിച്ചത്? ആ ചെറിയ അനിയനെ നീ അങ്ങ് കെട്ടാന്നോ? നിന്റെ എത്രയോ ഇളയതാണ്. അവനെ കെട്ടി സുഖമായി ജീവിക്കാൻ നീ വിചാരിച്ചോ? സുഖമായി ജീവിക്കാം എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ നിങ്ങളുടെ ഈ ഒരു ചതി ഞാൻ ഒരിക്കലും തിരിച്ചറിഞ്ഞില്ല. പാവമാണ് സഫീർ. അവൻ എവിടെ? എനിക്കതിനെക്കുറിച്ച് അറിയണം. എന്തിനാടി അവൻ്റെ കൂടെ നിനക്കങ്ങ്? നോ, ഒരിക്കലുമല്ല. ഞാൻ എൻ്റെ ഒരു ഇളയ സഹോദരൻ്റെ സ്ഥാനത്തെ അവനെ കണ്ടിട്ടുള്ളൂ. ഓഹോ, എന്നിട്ടാണ് നീ അവനെ നിക്കാഹ് കഴിക്കാൻ വരുന്നത് അല്ലേ? ശരിക്കും അതാ ജസീറിനോട് അവൾ പറയുന്നു, അല്ല, നിങ്ങളുടെ നീചപ്രവൃത്തി എനിക്കില്ല. അല്ലെങ്കിലും പുളിക്കൽ തറവാട്ടിലേക്കൊന്ന് കയറി കൂടണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്. പക്ഷേ നീചനായ നിങ്ങളുടെ ഭാര്യയായിട്ടാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നിങ്ങൾ ചതിയനാണ്, ദുഷ്ടനാണ്. ഒരിക്കൽ പോലും നൂർജഹാൻ വിട്ടുകൊടുത്തില്ല. സത്യത്തിൽ എന്താണ് നടന്നത്? ആ വിവാഹ ദിവസം നമ്മുടെ സഫീർ ആ വിവാഹ പന്തലിൽ എത്തിയിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പായി. എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. ജസീർ ചില്ലറക്കാരനല്ല. അതെ, അവനൊന്നിനും മടിക്കാത്തതാണ്. തൻ്റെ അനിയൻ വരുന്ന ആ ഒരു വഴി ഒരു പക്ഷേ അവൻ ബ്ലോക്ക് ചെയ്തോ, അതോ അവനെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയോ? അതെ, അവനെ തടവിൽ വെക്കണമെന്ന് പറഞ്ഞ് ഒരിക്കൽ പോലും വിവാഹ പന്തലിലേക്ക് എത്താനുള്ള സമയം അനുവദിച്ചില്ല. എവിടെ മണവാളൻ? എവിടെ? എത്തിയില്ലല്ലോ. എല്ലാവരും അത് നോക്കി നിൽക്കുന്നു. കാളി അടക്കം പള്ളിയിൽ ഉസ്താദുമാരും എല്ലാവരും. അതിനിടയിൽ സഫീർ പറഞ്ഞു, അവന് എത്തേണ്ടടുത്തെത്തി. അവന് വേറെ ഏത് പെണ്ണിൻ്റെ കൂടെ പോയിട്ടുണ്ട്. അല്ലാതെ ഒരിക്കൽ പോലും ഇങ്ങോട്ട് ഇനി അവൻ വരില്ല. എന്നാൽ ആ അവിടുത്തെ പിതാവിൻ്റെ മാനക്കേട് അതൊരിക്കലും അത് ആകെ വഷളാകും എന്നതുകൊണ്ട് താൽക്കാലികമായി ജസീർ തന്നെ പറഞ്ഞു, ഞാൻ നിക്കാഹ് കഴിച്ചോളാം അവളെ. ഒരിക്കലും മാനം കെടേണ്ട ആവശ്യമില്ല. ആരും മാനം കെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഈ ഒരു വിവാഹപ്പന്തൽ ഒരിക്കലും ശൂന്യമാകരുത്. ആ നിമിഷം തന്നെ ജസീർ അതാ മണവാളനായി ചമഞ്ഞൊരുങ്ങി അവിടെ നിക്കാഹിൻ്റെ സദസ്സിലേക്ക് ഇരിക്കുകയായിരുന്നു. ബാപ്പക്ക് പകുതി സമ്മതം കുറവാണെങ്കിലും അപ്പോഴത്തെ ആളുകളുടെ ആ ഒരു പറച്ചിൽ, അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ മാനം കെടും എന്നതുകൊണ്ട് മാത്രം അതാ ആ പിതാവ് അവന് നിക്കാഹ് കഴിച്ചു കൊടുക്കാൻ സമ്മതിക്കുകയായിരുന്നു. എന്നാൽ പാവം റിസ്വാന വക്കീൽ ഒന്നും അറിയുന്നില്ല. പാവമാണ് അവൾ, ഒന്നും തന്നെ അറിയുന്നില്ല. മനസ്സ് അങ്ങേയറ്റം വേദനിച്ച് വിഷമിച്ച് അവളുടെ അവസ്ഥ ശരിക്കും പരിതാപകരം തന്നെയാണ്. അവൾ കോടതി വരെ പോയിട്ട് തിരിച്ചു വരികയാണ്. മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്ത വിഷമമാണ്, ടെൻഷനാണ്. തൻ്റെ സഫീറിന് ഒന്നും പറ്റരുത് എന്നാണ് അവൾ ആഗ്രഹിക്കുന്നത്. സത്യം പറഞ്ഞാൽ സഫീർ എവിടെയാണ്? എന്താണ് സഫീറിന് സംഭവിച്ചത്? അപ്പോൾ നൂർജഹാനുമായുള്ള നിക്കാഹൊന്നും നടന്നില്ലേ? യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? നമുക്ക് കാത്തിരുന്ന് കാണാം പ്രിയപ്പെട്ടവരെ. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, എല്ലാവരുടെ ഫോണിലേക്ക് ഒരു അലേർട്ട് വന്നല്ലേ? അടുത്ത 24 മണിക്കൂറിൽ കേരളത്തിലെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത എന്ന് പറഞ്ഞിട്ട് ഒരു അലേർട്ടൊക്കെ വന്നല്ലോ. അപ്പോൾ എന്തൊക്കെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട്. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യമല്ലാത്ത അതിന് മുമ്പത്തെ പ്രാവശ്യം വയനാട് ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായി. ഒരു ഗ്രാമം മുഴുവനാണ്ട് ഒലിച്ചു പോയി. ഒരുപാട് ആളുകളൊക്കെ നഷ്ടപ്പെട്ടു. പഠിച്ച റബ്ബ് പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. നമ്മളെ മക്കളെ കാത്തു രക്ഷിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കൊക്കെ ആ ഒരു സന്ദേശം ലഭിച്ചതാണെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ഇടണേ. ഇവിടെ മലപ്പുറം ജില്ലയിലൊക്കെ ഞങ്ങൾക്കൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്കൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ ഇൻഷാ അല്ലാഹ്.